Kurian Philip, followed by Brother Babu Meto. ഏറ്റവും ബഹുമാന്യതയായ ആദരണീയായ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞോൾ ആൻറ്റിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ, ഞങ്ങളുടെ ബേയുചായൻ ഡോക്ടർ ലിൻഡ, ലാൻസ് എബ്രഹാം, ലീന, അവരുടെ കുടുംബാംഗങ്ങളോടൊക്കെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വേദനയും ദുഃഖവും ആദ്യമായിട്ട് അറിയിക്കട്ടെ. 1992 തോന്നുന്നു ഷിക്കാഗോയിലെ വളരെ പ്രസിദ്ധമായ ഒരു സംഗീത ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടാണ് ബേയുചായൻ്റെ കുടുംബം ഈ ഷിക്കാഗോയിലെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യം ഗാലിലി വോയിസ് എന്ന പേരിട്ടു, പിന്നീട് അതിന് ഹെവൻലി മെലഡീസ് എന്ന പേരിട്ടുകൊണ്ട് ഷിക്കാഗോയിൽ മാത്രമല്ല മിഷിഗണിൽ, ഡാളസിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ക്രൈസ്തവ സന്ദേശം സംഗീതത്തിലൂടെ പ്രചരിപ്പിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു കുടുംബമാണ്. സംഗീതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെല്ലാം പ്രചോദനം നൽകി കൊടുത്തുകൊണ്ട് ശാന്തമായി പുറകിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന കുഞ്ഞോൾ ആൻറ്റി. കഴിഞ്ഞ ദിവസം ഈ ഹെവൻലി മെലഡീസിൻ്റെ ജീവിച്ചിരിക്കുന്ന പല സംഗീതജ്ഞന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും എന്നെ വിളിച്ച് പലരും സംസാരിച്ചു. അതിലുണ്ടായിരുന്ന ഷെല്ലി കുര്യൻ കോട്ടയത്ത് നിന്ന് ഇന്നലെ വിളിച്ചു. പ്രിയ അമ്മാമ എഴുതിയൊരു പാട്ടുണ്ട്, വളരെ പോപ്പുലറായിരിക്കുന്ന ഒരു ഗാനം. ഇങ്ങനെയാണ്: യഹോവയാക്കി സ്തുതിഗായെ. ഞാൻ പാട്ട് പാടാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് പാടുന്നില്ല. യഹോവയാക്കി സ്തുതിഗായെ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു ഹിന്ദി ഗാനം അമ്മാമ എഴുതിയ പാട്ടാണ്. അത് ഫെഡറിക് കോൺട്രു എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, അദ്ദേഹം ഇപ്പോൾ ദൈവസേനയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ഈണം പകർന്ന് ആ ഗാനം ഇവിടെ ഷിക്കാഗോയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും പാടി പോപ്പുലറാകുവാൻ തൊക്കെ ഇടയായിട്ടുണ്ട്. പല മലയാള ഗാനങ്ങൾ എഴുതി സംഗീത ശാഖയ്ക്ക് സംഭാവന ചെയ്ത ഒരു സഹോദരിയാണ് ഇന്ന് ദൈവസേനയിൽ വിശ്രമിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഷെല്ലി കുര്യൻ, അതുപോലെ തന്നെ സജി കുര്യൻ വടക്കേക്കുറ്റ്, അജിത് ഈപ്പൻ, അനു ജേക്കബ് വർഗീസ്, ഫെഡറിക് കോൺട്രു, അദ്ദേഹം ദൈവസേനയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു, സാം ഡാർല, ഇവരെല്ലാം ചേർന്ന് ഇവരോടൊപ്പം പടുത്തുയർത്തിയ ആ സംഗീത ഗ്രൂപ്പിൻ്റെ വേണ്ടിയിട്ടുള്ള അനുശോചനം അല്ലെങ്കിൽ അനുസ്മരണം അല്ലെങ്കിൽ പ്രത്യാശയുടെ വാക്കുകൾ ഞാനിവിടെ പറയട്ടെ. ഷെല്ലി എന്നോട് ഒരു വാക്കിവിടെ പറഞ്ഞു, ഇതിവിടെ പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് ഗോൾഫ് ആൻഡ് വെസ്റ്റേണിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ തനിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ ഇല്ല, ആരുമില്ല. ന്യൂമോണിയ കൂടി അദ്ദേഹം മരണത്തോടടുത്ത് കിടക്കുമ്പോൾ പ്രിയ ബേയുചാനും പ്രിയ ആൻറ്റിയും കൂടി ആ ഭവനം സന്ദർശിച്ച് അദ്ദേഹത്തെ ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്ത് ഇവരുടെ ഭവനത്തിൽ കൊണ്ടുപോയി ഭക്ഷണവും മരുന്നും കൊടുത്ത് ശുശ്രൂഷിച്ചതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം നിലനിൽക്കുന്നതെന്ന ഒരു വാക്ക് എന്നോട് ഇന്നലെ പറയുവാൻ തൊക്കെ തീർന്നു. അനേക സംഗീതക്കാരെ മാത്രമല്ല അനേകരെ പ്രോത്സാഹിപ്പിച്ച ആ കുടുംബത്തിലെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മരണത ബോയ്സിൻ്റെ ചീഫ് എഡിറ്റർ തമ്പി തോമസ് ഇവിടെയില്ല, അദ്ദേഹത്തിൻ്റെ കണ്ടോളൻസ് ഇവിടെ അറിയിക്കണമെന്ന് പറഞ്ഞു. ലൂയി ചിക്കാഗോ 40ാമത് പീസിന കോൺഫറൻസിൻ്റെ നാഷണൽ ഡയറക്ടർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, അദ്ദേഹം ഡാളസിലായിരിക്കുന്നുണ്ട്, ഇവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടോളൻസ് അറിയിക്കണമെന്ന് പറഞ്ഞത് അറിയിക്കുന്നു. ഡാളസിൽ നിന്ന് ജോയി കുട്ടിച്ചായൻ, അമ്മുക്കുട്ടി ആൻറ്റി അവരുടെ അനുശോചനം അറിയിക്കണമെന്ന് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നത് അറിയിക്കുന്നു. വടക്കേക്കുട്ടി ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹോളി ബീറ്റ്സിൻ്റെ ജോസ് മാത്യു, ബിനോയ് ചാക്കോ, മാത്യു ജോൺ, ജിജി സാം, ടോമിൻ തച്ചങ്കരി ഇവിടെ കടന്നു വന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ ഒരു സംഗീത പരിപാടി നടത്തുമ്പോൾ ഈ കുടുംബത്തിലാണ് അദ്ദേഹം വിശ്രമിക്കുകയും ഇവരുടെ സഹകരണത്തോടെയാണ് ആ പ്രോഗ്രാമൊക്കെ നടത്തുവാനിടയായിത്തീർന്നത്. ഭക്തവത്സലൻ ദീർഘനാളുകൾക്ക് മുമ്പ് ഈ ഭവനത്തിൽ വന്ന് താമസിക്കുകയുണ്ടായി. രാജൻ കോര, കോട്ടയം ജോ, അങ്ങനെ നിരവധി സംഗീതജ്ഞന്മാർ പ്രോത്സാഹനം നൽകി കൊടുത്ത ഒരു കുടുംബമാണ് പ്രിയ ബേയുചാൻ്റെ കുടുംബം. ഇവിടെ ഓർമ്മകൾ ഇവിടെ അവസാനിക്കാത്ത ഓർമ്മകൾ നിത്യതയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ട് വിരമിച്ചു പോയ കർത്താവിൻ്റെ ദാസി ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ആഴമായിരിക്കുന്ന നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.